നമ്മുടെ വീഡിയോ വൈറലാകാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ പല ട്രിക്സും ടിപ്സും ഒക്കെ തരുന്നുണ്ട്. പക്ഷെ അത് പലരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ടോപ്പ് സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ വൈറലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റിംഗ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മളെല്ലാവരും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നല്ല വ്യൂസും നല്ല സബ്സ്ക്രൈബേഴ്സും നല്ല വാച്ചബേഴ്സും കയറണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അല്ലേ. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില വീഡിയോസിന് ഒട്ടും തന്നെ വ്യൂസ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര നിരാശയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇനി വീഡിയോസൊക്കെ നിർത്തി മിണ്ടാതിരിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പലരും. അപ്പോൾ എനിക്ക് തീരെ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, ഓരോ വീഡിയോസിനും 10ഉം 20ഉം വ്യൂസേ ഉള്ളൂ, ഞാൻ ഇനി നിർത്താൻ പോവുകയാണ് എന്നൊക്കെ പലരും ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആദ്യം തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തതും വ്യൂസും കാര്യങ്ങളൊന്നും വരത്തില്ല. കുറേ വീഡിയോസ് ഇട്ടിട്ട് തന്നെയാണ് നമ്മുടെ ചാനലിൽ വ്യൂസ് കയറുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ വൈറലാകാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ പല ട്രിക്സും ടിപ്സും ഒക്കെ തരുന്നുണ്ട്. പക്ഷെ അത് പലരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് വൈറലാക്കാൻ സാധിക്കുക എന്നത് യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എങ്ങനെയുള്ള ടൈറ്റിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് വൈറലാക്കാൻ പറ്റുള്ളൂ എന്നും യൂട്യൂബ് തന്നെ കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോസിനും നല്ല റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം തനിയെ വന്നോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഞാൻ YT സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് കുറച്ച് സെറ്റിങ്സ് കൂടെ ഓൺ ചെയ്യേണ്ടതുണ്ട്. പലരും ചിലപ്പോൾ അതൊന്നും ഓൺ ചെയ്തിട്ടുണ്ടാകില്ല, അതും കൂടെ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ അതും കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ കാണിച്ചു തരുന്നത് സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 10-80 പരം യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക. തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, YT സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യാം. YT സ്റ്റുഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡായിട്ട് കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെറ്റിങ്സ്, സെൻഡ് ഫീഡ്ബാക്ക് എന്നെല്ലാം കാണാൻ സാധിക്കും. അതിൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം കാണുന്ന അക്കൗണ്ടിൻ്റെ താഴെയായിട്ട് പുഷ് നോട്ടിഫിക്കേഷൻ എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ എല്ലാ കാര്യവും എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അനലിറ്റിക്സ്, അച്ചീവ്മെൻറ്റ്സ്, പോളിസി, ഏൺ ഇതൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ നോട്ടിഫിക്കേഷനും വരുമ്പോഴും ഇതൊക്കെ ലഭിക്കണമെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിലോട്ട് പോകാം. അപ്പോൾ കണ്ടന്റ് എന്ന് കാണുന്നില്ലേ, അതിൽ ക്ലിപ്സും സെൻസർ ഓട്ടോ ക്യാപ്ഷനും ഓണാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് പെൻസിൽ ചിഹ്നം കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹോം ടാബ് എന്ന് ഏറ്റവും താഴെയായിട്ട് കാണും, അതിൻ്റെ സൈഡ് ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ, ഹോം ടാബ്. പിന്നെ അതിൻ്റെ താഴെ ഫോർ യു എന്നും കാണുന്നുണ്ട്. അത് രണ്ട് ബട്ടണും എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ, ഹോം ടാബിൻ്റെയും ഫോർ യുവിൻ്റെയും. അപ്പോൾ ഞാനത് കാണിച്ചു തരുന്നുണ്ട്, എനേബിൾ ചെയ്തിട്ടും ചെയ്യാണ്ടും. കണ്ടില്ലേ, ഇപ്പോൾ എനേബിൾ അല്ല, ഇപ്പോൾ എനേബിൾ ആണ്, കണ്ടില്ലേ. അപ്പോൾ അത് കൊടുക്കുക. ഫോർ യുവിൻ്റെ താഴെയായിട്ട് മോർ സെറ്റിങ്സ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോർ യു സെറ്റിങ്സ് എന്ന് കാണുന്നതിന് താഴെയായിട്ട് കണ്ടന്റ് ടൈപ്സ്, വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീം ഇതെല്ലാം എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് ഓൾ കണ്ടന്റ് എന്നും റീസെൻറ്റ് കണ്ടന്റ് ഓൺലി എന്നും കാണുന്നുണ്ട് അല്ലേ. അതിൽ നിങ്ങൾക്ക് ഓൾ കണ്ടന്റ് ആണ് ഫോർ യുവിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഓൾ കണ്ടന്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ 12 മാസം വരെയുള്ള കണ്ടന്റ് ആണ് നിങ്ങളുടെ ഫോർ യുവിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഫോർ യു വരത്തില്ലേ, ഫസ്റ്റ് കുറേ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ടോപ്പ് വീഡിയോസ്, അതാണ് കേട്ടോ അത് ഫോർ യു എന്ന് പറയുന്നത്. ഇനി ഞാൻ ബാക്കിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി താഴെ കാണുന്ന അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രെൻഡ്, ഓവർവ്യൂ, കണ്ടന്റ്, ഓഡിയൻസ് എന്നെല്ലാം കാണിക്കും.
അപ്പോൾ ട്രെൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും കേട്ടോ. നമ്മൾ ഏത് ടോപ്പിക്കാണോ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറയേണ്ട ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെരി ഹൈ ഇൻട്രസ്റ്റ് ആണോ ലോ ഹൈ ഇൻട്രസ്റ്റ് ആണോ എന്നെല്ലാം അറിയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ YT സ്റ്റുഡിയോ സെറ്റിങ്സ് എന്നാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ വെരി ഹൈ ഇൻട്രസ്റ്റ് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ടൈറ്റിലിനും വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ സെർച്ച് ഓൺ യൂട്യൂബ് എന്ന് കാണുന്നതിൻ്റെ സൈഡായിട്ട് ഒരു ആരോ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും സെർച്ച്ഡ് ഓൺ യൂട്യൂബ് എന്ന്. അപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിന് എത്രത്തോളം വോളിയം ഉണ്ടോ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ലോ വോളിയം, ഹൈ വോളിയം എന്നെല്ലാം ഇതിൽ അടിയിലായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഓരോ എന്താ പറയുക ടൈറ്റിലും ഇതിൻ്റെ അടിയിലായിട്ട് വോളിയം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം മീഡിയവും ലോ വോളിയമാണ് കാണിക്കുന്നത്, ഒരെണ്ണം മാത്രമേ ഹൈ വോളിയം ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഓരോ ടോപ്പിക്കും ഇവിടെ അടിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടോപ്പിക്കിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഒരു കാര്യം കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഹെയർ ടിപ്സ് എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഓഡിയൻസിന് എത്രത്തോളം ഇഷ്ടമാണെന്ന് ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ വെരി ലോ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. യൂട്യൂബ് ടിപ്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ ഓഡിയൻസിന് എൻ്റെ ചാനലിലൂടെ കാണാൻ ഇഷ്ടമുള്ളൂ എന്നാണ് കേട്ടോ ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. താഴെ കാണുന്ന കണ്ടന്റിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോസ്, ഷോർട്സ്, ലൈവ് എന്നെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ വീഡിയോസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിട്ട വീഡിയോസ് എല്ലാം ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂട്യൂബ് ടിപ്സ് വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-90 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയും തുടർന്ന് യൂട്യൂബ് ടിപ്സ് വീഡിയോകളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് എൻ്റെ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏകദേശം ഈ ഒരു വീഡിയോ ആണ് എൻ്റെ ടോപ്പായി നിൽക്കുന്നത്. 23,000-ൽ കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചാനലിലും ഉണ്ടാവും നിങ്ങൾക്ക് ടോപ്പിൽ നിൽക്കുന്ന ഒരു വീഡിയോ അല്ലേ, അതെടുക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇത് എൻ്റെ ടോപ്പിൽ നിൽക്കുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് 7-ൽ കൂടുതൽ കാണിക്കുന്നുണ്ട്. വെൽഡൻ ആണ്. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 23,800 ആയിട്ടുണ്ട് വ്യൂസ്. 936 വാച്ച് അവേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും 500-ൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഏറ്റവും ടോപ്പ് വ്യൂസ് ഉള്ള വീഡിയോസ് എടുത്തിട്ട് അതുപോലെയുള്ള വീഡിയോസ് റീക്രിയേറ്റ് ചെയ്ത് വീണ്ടും ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യുക. നിങ്ങളുടെ ചാനലും പെട്ടെന്ന് തന്നെ മോണിറ്റൈസ്ഡ് ആയി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.